ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ വീണ്ടും നാം ഒരുമിച്ച് വരുന്നു. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന ഒരു വിഷയം ഒരു പുരോഹിതന്റെ വാക്കുകൾ കേട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ഒരു വിഷയമാണ്. പങ്കാളി കാണേണ്ടത് അന്യരെ കാണിക്കേണ്ടതുണ്ടോ? പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കും. ഒരു വിവാഹത്തിന്റെ സമയത്താണ്, വെഡിങ് ഒരു പള്ളിയിൽ നടക്കുകയാണ്. ഇപ്പോൾ പല വൈദികര് അവിടെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ വധുവരന്മാര് അവരെ കണ്ടിട്ടായിരിക്കാം. അതിലൊരു വൈദികൻ എന്നോട് ചോദിക്കുകയുണ്ടായി, അച്ഛനാണോ പ്രസംഗം പറയുന്നത്? ഞാൻ പറഞ്ഞു അതെ, എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്ന് സൂചിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഈ ജീവിത പങ്കാളി കാണേണ്ടത് അന്യരെ കാണിക്കേണ്ടതുണ്ടോ? എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് അവരുടെ ചില വസ്ത്രധാരണത്തെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് കാണാൻ സാധിക്കും, വളരെ എലഗൻ്റായിട്ട് വസ്ത്രം ധരിച്ച് നമുക്ക് നടക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് നഗ്നത മറയ്ക്കുന്നതിനേക്കാൾ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം അതിലേക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ വസ്ത്രധാരണം പോലും നമ്മുടെ സത്വം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാകാം. ഒരു വചനഭാഗം അതിനായിട്ട് നമുക്ക് എടുക്കാം. പ്രഭാഷകൻ 19, 29, 30 വചനങ്ങൾ. അവിടെ പറയപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യമാണ്: ബാഹ്യഭാവം കണ്ടാൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റും, ബുദ്ധിമാനെ മുഖം കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിന്റെ വേഷം, വസ്ത്രധാരണം, നിന്റെ ചിരി, നിന്റെ നടപ്പ്, ഈ കാര്യങ്ങളെല്ലാം നിന്റെ സത്വം വെളിപ്പെടുത്തും. പുറമേ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ ചിരി, നടപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ എന്താണ്, സത്വം എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തും എന്നാണ് ഈ വചനഭാഗം പറയുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ വസ്ത്രധാരണം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ചിരി, നടപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാം ശ്രദ്ധിക്കണം. നമ്മുടെ വിളിക്ക് യോഗ്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ വചനഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം. വിദേശ രാജ്യത്ത് ഒരു അമ്മ മകളോട് സൂചിപ്പിച്ച ഒരു കാര്യം, എടി നിന്റെ കാലൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്, നീ എന്തുകൊണ്ട് വേണേ ഷോർട്ട്സ് ഇട്ടോ അല്ലെങ്കിൽ മിഡി ഇട്ടോ ഒക്കെ ഒന്ന് നീ നടക്കുമ്പോൾ ആൾക്കാർക്ക് നിന്റെ ആ ഒരു സൗന്ദര്യം അത് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് നീ ഇത്രയും ലോങ് ഡ്രസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇട്ട് നടക്കുക? അമ്മ മകളെ പ്രേരിപ്പിച്ചത് അവള് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ഡ്രസ്സിങ്ങിൽ പോകണം. അപ്പോൾ തിരിച്ചു പറഞ്ഞ ഒരു കാര്യം, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഡീസന്റ് എന്ന് തോന്നുന്നത് ഞാൻ ധരിക്കത്തുള്ളൂ. ഇനി അതല്ലാതെ ലോകം ഏതെങ്കിലും ഒരു വഴിക്ക് പോകുന്നെന്ന് വിചാരിച്ച് അങ്ങനെ പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന്. വിദേശ രാജ്യത്ത് ഒരു ചെറുപ്പക്കാരിക്ക് പറയാൻ പറ്റിയ ഒരു കാര്യമാണ്. അവളുടെ അമ്മ പ്രോത്സാഹിപ്പിച്ചിട്ട് പോലും അവൾ പറഞ്ഞു, എനിക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ആ ഒരു വസ്ത്രധാരണം, അതേ എനിക്ക് താല്പര്യമുള്ളൂ എന്ന്. നമ്മൾ ഏത് രാജ്യത്താണേലും നമുക്ക് വചന വെളിച്ചത്തിൽ ഏറ്റെടുത്ത് ജീവിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ലോകത്തിൻ്റെതായ രീതിയിൽ പോകണമെങ്കിൽ അങ്ങനെ പോകാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ശരിയായ കാര്യമായിരിക്കണം എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഈ വസ്ത്രധാരണം, ലോലമായ വസ്ത്രധാരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം സംഭവിക്കാവുന്നത് എന്താണെന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 3-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ, സിയോൺ പുത്രിമാർക്ക് താക്കീത് എന്ന് പറഞ്ഞ് ഒരു വചനഭാഗമുണ്ട്. ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പോകാതെ ദൈവമക്കളുടെ സ്റ്റാൻഡേർഡ് പാലിച്ച് ജീവിക്കണം എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സിയോൺ പുത്രിമാര് വളരെ ലൗകികരായിട്ട് ലോകത്തിൻ്റെതായ രീതിയിൽ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്ത വ്യക്തികളെ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ ചില പ്രത്യേകതകൾ വചനം എടുത്തു പറയുന്നുണ്ട്. അവർ ഗർവിഷ്ഠർ, ഞെളിഞ്ഞു നടക്കുന്നവർ, കടക്കെണ്ണെറിയുന്നവർ, പാദസരം കിലുക്കി നടക്കുന്നവർ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവരുടെ സ്വഭാവത്തിൽ നിന്ന്, പെരുമാറ്റത്തിൽ നിന്ന് ദൈവം എടുത്തു കാണിക്കുന്നത് കാണാൻ പറ്റും. ഇനി കർത്താവ് അതിന് ഒരു ശിക്ഷ പ്രഖ്യാപിക്കുന്നതും ഈ വചനഭാഗത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. നിന്റെ ശിരസ് ചിരങ്ങുകൊണ്ട് നിറയ്ക്കും, നഗ്നത അതുമൂലം നീ ലജ്ജിക്കേണ്ടി വരും, പരിമളത്തിന് പകരം ദുർഗന്ധം നിന്നിൽ നിന്ന് വമിക്കും, പിന്നിയ മുടിക്ക് പകരം നിനക്ക് കഷണ്ടി ഉണ്ടാവും, വസ്ത്രത്തിന് പകരം ചാക്ക്, സൗന്ദര്യത്തിന് പകരം അപമതി. ദൈവത്തെ മറന്ന്
വചനം മറന്ന് നമ്മൾ ജീവിച്ചാൽ, ലോകത്തിൻ്റെതായിട്ടുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ വഴുതി വീണാൽ, വ്യാപരിച്ചാൽ ഉണ്ടാകാവുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ കൃത്യമായിട്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അവസാനമായിട്ട് ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ക്രിസ്ത്യാനികളാണ്, ദൈവമക്കളാണ്. നമ്മുടെ ശ്രദ്ധയിൽ പെടേണ്ടത് എന്താണ് എന്നുള്ളത്, പ്രത്യേകിച്ച് വസ്ത്രധാരണത്തിൽ വസ്ത്രം പോലെ നമ്മൾ ധരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനം എടുത്തു പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ സാധിച്ചാൽ ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റും. അതിലൂടെ ഉണ്ണീശോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ വചനം പ്രഭാഷകൻ 11:4 വചനം. പ്രഭാഷകൻ 11:4 പറഞ്ഞിട്ടുണ്ട്, വസ്ത്രമോടിയിൽ അഹങ്കരിക്കരുത്. വളരെ മോടിയായ വസ്ത്രം ധരിക്കാനുള്ള ഒരു സാധ്യത നമുക്കുണ്ടെങ്കിലും അഹങ്കരിക്കാൻ പാടില്ല. ഇനി അതല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വെൽ ഡ്രസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ, പ്രശംസകള് അതൊക്കെ ആയിരിക്കാം. അതിന്റെ പേരിൽ അഹങ്കരിക്കരുത് എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. സങ്കീർത്തനം 132 9 വചനം എടുക്കുമ്പോൾ, സങ്കീർത്തനം 132:9, നമ്മളെല്ലാവരും ദൈവമക്കളായി നമ്മൾ രാജകീയ പുരോഹിത വംശത്തിൽപ്പെട്ടവരാണ്. അത് 1 പത്രോസ് 2:9 പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്. രാജകീയ പുരോഹിത വംശം, അത് ദൈവജനത്തിന്റെ വംശത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. ഈ വംശത്തിൽപ്പെട്ടവർ ധരിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, നീതി വസ്ത്രം പോലെ ധരിക്കണം. ഏതെങ്കിലും അനീതി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ സൗന്ദര്യം നമുക്കുണ്ടാവില്ല. നീതി ധരിക്കുമ്പോഴുള്ള ആ ഒരു സൗന്ദര്യം, അതാണ് ദൈവമക്കൾക്ക് ആവശ്യമായിട്ടുള്ളത്. ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീതിമാന്റെ ആത്മാവ് ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ആ ഒരു സംരക്ഷണം, സൗന്ദര്യം, അതൊക്കെയാണ് നാം ലക്ഷ്യം വെക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിരിക്കാം. 1 പത്രോസ് 3-ാം അധ്യായം 3 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആത്മാവിനെ നമ്മൾ ധരിക്കണം. പരിശുദ്ധാത്മാവിനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗമ്യത, ശാന്തത എന്നീ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകും. റോമ 13:14 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തുവിനെ ധരിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. നമ്മൾ ചില വസ്ത്രധാരണത്തെക്കാൾ യേശുവിനെ ധരിക്കുന്നവരായി മാറണം. അവസാനമായിട്ട് എഫേസസ് 6:13 വായിച്ചാൽ, ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച് ജീവിക്കേണ്ടവരാണ് ദൈവമക്കളായി നമ്മൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നുവെങ്കിൽ നമ്മുടെ വേഷം, ചിരി, നടപ്പ് ഇതിലൊന്നും തെറ്റുപറ്റാതിരിക്കാനുള്ള ആ ഒരു തീരുമാനത്തോടെ അതൊരു ഉമ്മയായിട്ട് ഉണ്ണീശോയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.